ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പര സ്നേഹവും വിശ്വാസവും മനസ്സിലാക്കലും ആവശ്യമാണ്. പ്രണയിക്കുന്നവർ പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു എതിർപ്പും കൂടാതെ നിങ്ങൾ അവരുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ ബന്ധം ദീർഘകാലം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എത്ര സ്നേഹമുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ പങ്കാളിയെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ ആദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ കാലക്രമേണ നിങ്ങൾക്ക് ഒരു പ്രശ്നമായി മാറിയേക്കാം. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾക്ക് അമിതമായ സ്നേഹമുണ്ടെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ വളം വെച്ചു കൊടുക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിത ശൈലി നിയന്ത്രിക്കാൻ നിങ്ങളുടെ പങ്കാളി ശ്രമിച്ചേക്കാം. എന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും നിങ്ങളുടെ പങ്കാളി തീരുമാനിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ ഈ സ്വഭാവം നിങ്ങൾ ശരിവെച്ചു കൊടുക്കരുത്. എങ്ങനെ ജീവിക്കണം, ആരുമായി ചങ്ങാത്തം കൂടണം, ആരോട് സംസാരിക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പങ്കാളി നിബന്ധന വയ്ക്കും. ഒരു ബന്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നിങ്ങളുടെ പങ്കാളി ബന്ധം നിയന്ത്രിക്കുന്നത് ശരിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ഭാവിയിൽ ഇത് നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാകും. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ വസ്ത്രധാരണ രീതി മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ നിന്നു കൊടുക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ വളരെയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ പെരുമാറ്റത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മാനസികമായോ വൈകാരികമായോ ശാരീരികമായോ ഉപദ്രവിക്കുകയോ അടിക്കുകയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ അത് നിങ്ങൾ സഹിക്കരുത്. ഇത്തരം കാര്യങ്ങൾ തമാശയായി തള്ളിക്കളയരുത്. നിങ്ങൾ ഇത് കാര്യമാക്കുന്നില്ലെങ്കിൽ ഇത് അവരുടെ ധൈര്യം വർദ്ധിപ്പിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും ചാണക്യൻ പറയുന്നു. പലരും തങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് കൂടുതൽ ഉത്കണ്ഠാകുലരായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്നോ അടുത്തവരിൽ നിന്നോ അവർ പങ്കാളിയെ ഒറ്റപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ അത് ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ ഈ മനോഭാവം നിങ്ങൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിനായി അവർ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ മേൽ തന്റെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുകയോ നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ അവൻ ഇഷ്ടപ്പെടുന്നതെന്തും ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയോ ചെയ്താൽ അതൊരിക്കലും സഹിക്കരുത്. പലപ്പോഴും നിങ്ങളുടെ പങ്കാളികൾ അവർക്കനുസരിച്ച് നിങ്ങളെ മാറ്റാൻ തുടങ്ങുന്നു. സ്നേഹത്താൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം മറന്ന് നിങ്ങളുടെ പങ്കാളിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. പലപ്പോഴും നിങ്ങളുടെ പങ്കാളി തമാശയായി ബോഡി ഷെയ്മിംഗ് നടത്തുന്നു. അത് കേട്ട് നിങ്ങൾ ചിരിക്കുകയോ അല്ലെങ്കിൽ അവർക്കായി സ്വയം മാറാൻ തുടങ്ങുകയോ ചെയ്യുന്നു. എന്നാൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മറന്ന് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വീകരിച്ചാൽ ആ ബന്ധം ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നല്ലതായി നിലനിർത്താൻ കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ഒരു ബന്ധത്തിൽ പങ്കാളി നിങ്ങളെ വൈകാരികമായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ ഒരിക്കലും അത് അനുവദിക്കരുത്. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ടും കാര്യമില്ല. നിരന്തരമായ അപമാനവും മോശം ഭാഷയും നിങ്ങളെ വേദനിപ്പിക്കും. മാനസിക പീഡനം ശാരീരിക പീഡനം പോലെ തന്നെ മോശമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് ഒട്ടും സഹിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. പരസ്പര സ്നേഹത്തോടെ കൃപ ചൊരിഞ്ഞ് കുടുംബ ബന്ധങ്ങളെ കാണുന്നവർക്ക് മറ്റുള്ളവർക്ക് മാതൃകയായ ദമ്പതികളായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും പ്രകാശിക്കുന്നവരായി മാറുമെന്നും ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.